വിചാരിച്ചിട്ടാണോ എന്താ അറിയില്ല, നമ്മൾ പറയുന്നു കുഞ്ഞോമന എന്താ പറഞ്ഞ പിറക്കേണ്ടത് സുരക്ഷിതമായ കൈകളില്, സുരക്ഷിതമായ സാഹചര്യത്തില്, അമ്മയ്ക്കും കുഞ്ഞിനും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വരേണ്ട ഒരു സമൂഹത്തില് നമ്മൾ ഈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്നിവിടെ സംഭവിക്കുന്നത് കുറച്ച് ആളുകളുടെ വളരെ എന്താ പറയാ ഒരു സങ്കുചിതമായിട്ടുള്ള ഒരു മനോഭാവം, അല്ലെങ്കിൽ അവര് ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഇല്ലാതെ അക്യുപഞ്ചറിന്റെ ബലത്തിലോ, നിങ്ങളൊരു അക്യുപഞ്ചർ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഡോക്ടറോട് ചോദിച്ചു നോക്കൂ, അവര് സജസ്റ്റ് ചെയ്യുന്നില്ല. എനിക്കത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ആയുർവേദം ഹോമിയോ ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ പേഷ്യൻസ് ആയിട്ട് ഒരുപാട് ആയുർവേദ ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട്. അവരൊന്നും അവരങ്ങനത്തെ കാര്യങ്ങൾ പ്രസവത്തിന് എന്തുകൊണ്ട് അലോപ്പതിക്കാരെ അടുത്ത് വരുന്നു. അപ്പൊ ഞാൻ അവരോട് ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് അവർ ഒരിക്കലും ഇതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ചില സംഭവിക്കാവുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ ഡോക്ടർമാരൊന്നും കൈകാര്യം ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഡോക്ടർമാരല്ല പ്രശ്നം, ഇത് ഈ ഒരു പേരും പറഞ്ഞിട്ട് കുറെ ആളുകൾ വരുന്നുണ്ട്. അത് മതത്തിന്റെ ആണെങ്കിലോ എന്തിന്റെ ആണെങ്കിലോ അറിയില്ല, ഇത് ശരിക്കും നമുക്ക് ഇവിടെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ ഇതിനെതിരെ ഞങ്ങൾ മാത്രമല്ല, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്താണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് ഒപ്പം ഉണ്ടാവും. അതോടൊപ്പം ഗവൺമെന്റും. അതിലേറെ എനിക്ക് പറയാനുള്ളത് പബ്ലിക്കിന് ഒരു റോളുണ്ട്. നിങ്ങൾക്കാണ് മാക്സിമം ഇത് കാര്യങ്ങൾ ഇവരെ അവയറാക്കി കൊണ്ടുവരാൻ പറ്റുക. പബ്ലിക്കും കൂടി ഒരുമിച്ച് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഈ അവസ്ഥകൾ മാറ്റാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ ഒരു മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് പറയും, ഒരു രാജ്യത്തിന്റെ ആരോഗ്യ സൂചിക പറയുന്ന മെറ്റേണൽ ഒരു മരണങ്ങൾ എത്ര ആ സമയത്ത് മെറ്റേണൽ മോർട്ടാലിറ്റി, അതായത് മാതൃമരണങ്ങൾ അല്ലെങ്കിൽ ശിശുമരണങ്ങൾ എത്ര നടക്കുന്നു നോക്കിയിട്ടാണ്. അപ്പൊ അത് ആക്ച്വലി നമ്മുടെയൊക്കെ വളരെ ഹൈ ആയിരുന്നു. ഒരു കാലഘട്ടത്തില് നമ്മൾ 1,00,000 ജനനങ്ങൾ വരുമ്പോൾ അത് ഇത്ര മരണങ്ങൾ പറയും. 500 600 മരണങ്ങൾ സംഭവിക്കുന്ന അതിൽ കൂടുതൽ ആയിരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ ഒരു ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒബ്സ്റ്ററ്റിക് സൊസൈറ്റിയുടെ KFOG കേരള ഫെഡറേഷൻ ഓഫ് ഒബ്സ്റ്ററ്റിക് സൊസൈറ്റി ഒരു ഞങ്ങളുടെ ഒരു സീനിയർ ഗുരുവായിട്ടുള്ള പൈനി സാറ് വളരെ സ്ട്രോങ് ആയിട്ട് കൊല്ലങ്ങളായിട്ട് അതിന് ഇടപെട്ടിട്ട് നമ്മുടെ ആക്ച്വലി കേരളത്തിലെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് വളരെ കുറവാണ്. അതായത് 1,00,000 എന്താണ് പ്രസവങ്ങൾ നടക്കുമ്പോൾ ഏകദേശം 20 സംഭവിക്കുന്നത് മെറ്റേണൽ മോർട്ടാലിറ്റി. ഇപ്പോ അറ്റ് പ്രസന്റ് ആണ് ഞാൻ പറയുന്നത്. അത് എത്രയോ ആയിരങ്ങളിൽ നിന്നാണ് നമ്മൾ ബുദ്ധിമുട്ടിയിൽ കുറച്ച് കൊണ്ടുവന്ന് ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ട മുൻകരുതലുകൾ എടുക്കാനും അവർക്കുള്ള ട്രെയിനിങ്ങും ഇതിനു വേണ്ടി ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റൽ വൈസോ മറ്റ് സ്റ്റാഫ് നഴ്സുകൾക്കും പ്രസവം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കൂടെ വരുന്ന ആളുകൾക്ക് പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് ഇവർക്കൊക്കെ ഒരുപാട് അവയർനെസ് കൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഇത് മാറ്റാൻ പറ്റിയത്. അപ്പൊ ഇത്രയും വന്ന് നിൽക്കുന്ന സമയത്ത് ഈ സഡൻ ആയിട്ട് ഇതെല്ലാം ചേഞ്ച് ചെയ്യുന്നത് ശരിക്കും നമ്മുടെ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ഒരു റേറ്റ് ആണ്. അതായത് അമേരിക്കയിൽ പോലും ഇത്ര കുറഞ്ഞ റേറ്റ് അല്ല ഉള്ളത് ഇപ്പൊ അത്രയും വികസിതമായിട്ടുള്ള രാജ്യത്ത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം നമുക്ക് കേരളത്തിൽ വരുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ വീണ്ടും നമ്മളൊക്കെ തട്ടിമറിച്ച് ഞങ്ങൾ ചെയ്ത എഫേർട്ടൊക്കെ പോയി, നമ്മളെല്ലാവരും ചെയ്ത എഫേർട്ട്, ഞങ്ങൾ മാത്രം എന്ന് പറയുന്നില്ല, എഫേർട്ടൊക്കെ പോയിട്ട് വളരെ ഒരു മോശാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോ അതിനെതിരെ പ്രതികരിച്ചേ പറ്റുള്ളൂ. അത് എനിക്ക് പറയാനുള്ളത് ഞങ്ങളോടൊപ്പം ഗവൺമെന്റിനും അതേപോലെ തന്നെ സമൂഹവും നിങ്ങളെ മാതിരിയുള്ള മാധ്യമ പ്രവർത്തകർക്കും ഒരുപാട് ഇതിൽ ചെയ്യാനുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. 35 വയസ്സ് 38 മീൻസ് ബിറ്റ്വീൻ 35 and 40 ആയിരുന്നു. അവര് പ്രസവം കഴിഞ്ഞ് ഒരു കോള് നൈറ്റിൽ കിട്ടിയിട്ട് ഞാൻ വരുമ്പോൾ അവര് പറയണ വയറ്റാട്ടിയാണ്. അവര് നോക്കി 9ാമത്തെ പ്രസവം ഒരു കുഴപ്പമുണ്ടാവില്ല, ഒരു ആങ്കർ ഹൈപ്പോടെൻഷൻ ബാഡ് കണ്ടീഷൻ ആയിരുന്നു. പെട്ടെന്ന് ഒരു അൾട്രാസൗണ്ട് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ല. നമ്മൾ ഇമ്മീഡിയറ്റ് സെർപ്പല്ല അവരവിടെ ഇരുന്നു, അവർ അറ്റൻഡ് ചെയ്ത ഒരാളും പറഞ്ഞില്ല. അത് യൂട്രസ് റപ്ചറായി നമ്മൾ എടുത്തു. ബേബി എടുത്ത് വിഷമം തോന്നി. കാരണം അതിനുശേഷം ഇവരുടെ മക്കളും ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പൊ അവര് പറയുമ്പോൾ എന്നോട് പറയും, ഡോക്ടർ അന്ന് 5 കൊല്ലം തന്നെ സംഭവിച്ചത് നമ്മൾ വീണ്ടും ഇപ്പോൾ വീണ്ടും ആ യുഗത്തിലല്ലല്ലോ. അപ്പൊ നമുക്ക് എല്ലാ ഞാൻ അറിഞ്ഞിടത്തോളം എല്ലാ വീട്ടിലാണ് പ്രസവിച്ചിരിക്കുന്നത്. ഈ ഒരു 7 അപ്പൊ നമ്മൾ എന്തിനാ അങ്ങനെ ഒരു റിസ്ക് എടുക്കണത്?